നമസ്കാരം. ഞങ്ങൾ ഇന്ന് വലിയൊരു യാത്ര പോവുകയാണ്. നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇത്തവണ പോകുന്നത്. നേരിട്ട് പോകാൻ ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ആദ്യം ജാർഖണ്ഡ് പോവും, അതിനുശേഷം ബംഗാള്, പിന്നെ ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര. അങ്ങനെയാണ് പ്ലാൻ വരുന്നത്. ഞങ്ങളിപ്പോൾ എറണാകുളത്താണുള്ളത്. ഇവിടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 7:15 ടാറ്റാ നഗറിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഇന്നൊരു യാത്ര. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 181-90. ഇപ്പോൾ 6:20. ഈ സമയത്താണ് ഷണ്ടിങ് ചെയ്ത് വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 6 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC എക്കണോമി, 5 തേർഡ് AC, 2 സെക്കൻഡ് AC. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതിൻ്റെ തേർഡ് ACയിൽ B5. അത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് വരിക. ഈ ട്രെയിൻ മിക്കപ്പോഴും 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെയാണ് പുറപ്പെടുന്നത്. ഈ കോച്ചിലാണ് യാത്ര ചെയ്യേണ്ടത്. 2018 മെയ്ഡ് കോച്ചാണിത്. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിൻ്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തതാണ്, അപ്പ് ആൻഡ് ഡൗൺ. അതുപോലെ തന്നെ ഇത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേൻ്റെ വണ്ടിയാണ്. ലോക്കോമോട്ടീവ് ഒന്നും ഇവിടെ കപ്പിൾ ചെയ്തിട്ടില്ല, സമയമെടുക്കുമല്ലോ. നമുക്കെന്തായാലും നമ്മുടെ കോച്ചിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ ഇവിടെ അൺറിസേർവ്ഡിലൊന്നും തിരക്കേയില്ല. വണ്ടി ഇപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഇതിലൊക്കെ നല്ല തിരക്ക് വരണമെങ്കിൽ പാലക്കാടൊക്കെ കഴിയണം. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിൻ്റെ ലോക്കോമോട്ടീവ് WAP7 ആണ് വരുന്നത്. ഇത് ടാറ്റാ നഗർ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇത് ടാറ്റാ നഗറിന് എറണാകുളത്തേക്ക് വന്ന ട്രെയിനാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ച അവിടുന്ന് പുറപ്പെട്ട് ഇന്ന് വെളുപ്പിന് ഇവിടെ എത്തിയ വണ്ടിയാണ്. ഇതിനിപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നാളെ മാത്രമേ ഇവിടുന്ന് പോകുള്ളൂ. പിന്നെ അങ്ങ് അവിടെ മറ്റൊരു ട്രെയിൻ കാണാം. അത് അജ്മീറിന്ന് എറണാകുളത്തേക്കുള്ള മെരിസാഗർ എക്സ്പ്രസ് ആണ്. അത് ഇന്ന് വൈകുന്നേരം തന്നെ അജ്മീറിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഇനി ഒരു 20 മിനിറ്റ് കൂടിയുണ്ട്. B5 കോച്ചിൽ 35-ഉം 38-ഉമാണ് ഞങ്ങളുടെ ബെർത്തുകൾ. 38 അപ്പർ ബെർത്ത്, 35 മറ്റൊരു അപ്പർ ബെർത്ത്. പ്രിഫറൻസ് കൊടുത്തെടുത്തതാണ്. നല്ല വൃത്തിയുള്ള കോച്ച് തന്നെയാണ്. ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ചാർജിങ് പോയിന്റുകളൊക്കെ നമുക്കിവിടെ കാണാം. നല്ലൊരു മിറർ ഉണ്ട്. പിന്നെ താഴെ ലോവർ ബർത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇവിടുന്ന് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈഡ് ലോവർ, സൈഡ് അപ്പർ വന്നാൽ 2 ഭാഗത്തും നമുക്ക് ചാർജിങ് പോയിന്റുകൾ കാണാം. ട്രെയിനിൽ കയറി ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് സേഫാക്കി വെക്കുകയാണ്. ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ലോക്കും ഉണ്ട്. ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 3 ട്രെയിനുകളാണ് ഡയറക്റ്റ് ആയിട്ട് ജാർഖണ്ഡിലേക്ക് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പോകുന്ന ടാറ്റാ നഗർ എക്സ്പ്രസ് ഡെയിലി വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് തൊട്ട് പേർക്ക് ഒരു വണ്ടി വരാനുണ്ട്. ആലപ്പുഴയിൽ നിന്ന് രാവിലെ 6 മണിക്ക് ധൻബാദിലേക്ക് പോകുന്ന നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് എല്ലാവർക്കും അറിയാം. അതും ഡെയിലി വണ്ടിയാണ്. പിന്നെ ഒന്നുള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച, ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ, രാത്രി 11:25 റാഞ്ചിക്ക് അടുത്തുള്ള ഹട്ടിയിലേക്ക് പോകുന്ന ധാർത്തി ആബ എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 ആഴ്ച മുന്നെയാണ്. ആ സമയത്ത് നോക്കിയപ്പോൾ ഇതിൽ മാത്രമാണ് ടിക്കറ്റ് കണ്ടത്. പെട്ടെന്ന് തന്നെ 2 തേർഡ് AC ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന്, അതായത് എറണാകുളത്ത് നിന്ന് ടാറ്റാ നഗർ വരെ തേർഡ് ACക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 2185 രൂപയാണ്. കറക്റ്റ് 7:15 തന്നെ ട്രെയിൻ ഇതാ എടുത്തു. 7:25 ഇവിടെ ഇപ്പൊ ധൻബാദ് വരും. അതുപോലെ തന്നെ എറണാകുളം ജംഗ്ഷനും ടാറ്റാ നഗറിനും ഇടയിൽ ഈ ട്രെയിനാകെ 50 സ്റ്റോപ്പുകളാണുള്ളത്. നാളെ ഇനി ഇവിടുന്ന് പോകണ്ട, എറണാകുളം ടാറ്റാ നഗറിനെയും കാണാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാവിലെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഇന്റർസിറ്റി. എറണാകുളം ഡീസൽ ലോക്കോ ഷെട്ടാണ്. അടുത്ത സ്റ്റോപ്പിന് ആലുവ. ഒരുപാട് KSRTC ബസ്സുകൾ ഇവിടെ കാണാം. ഗജരാജ് അങ്ങത് അവിടെ. ഒരു ഡബിൾ ഡെക്കർ. സാരിക. ഇത് ഹാസൻ വണ്ടിയാണ്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ,
കുമളി വണ്ടി. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് നിങ്ങൾ ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ട്രെയിനാണ്. കാരണം രാത്രിക്ക് പോകാനുള്ള ട്രെയിനിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും പോകണമല്ലോ. അപ്പൊ ഈ പകല് ഈ ഒരു ടാറ്റാ നഗർ എക്സ്പ്രസ് ഇല്ലേ, ഇതിന് കറന്റ് ബുക്കിംഗ് വഴി നോക്കുക. നോർമൽ ബുക്കിംഗ് ആയാലും കിട്ടും. കാരണം ഇന്ന് തന്നെ ഒരുപാട് കറന്റ് അവൈലബിൾ ഉണ്ട് ഇതിന് പെരാമ്പൂരിലേക്ക്. ഇത് പെരാമ്പൂർ വഴിയാണ് പോവുക. അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇത് അവിടെ എത്തുമല്ലോ. മാത്രമല്ല ഇതിന്റെ പുറകിലെ മറ്റേ ധൻബാദ് വരുന്നില്ലേ, അതാണെങ്കിൽ MGR ചെന്നൈ സെന്ററിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് ഈ 2 വണ്ടിയും ചൂസ് ചെയ്യാം. എറണാകുളത്ത് നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ട സമയത്ത് തിരക്കേ ഇല്ല. പല ബർത്തുകൾ ഇപ്പോഴും വേക്കന്റ് ആണ്. നല്ല തിരക്ക് വരണമെങ്കിൽ ഈറോഡ് കാട്ട്പാടി ഭാഗത്തെത്തണം. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ പാൻട്രയൊക്കെ ഉണ്ട്. 7:36 ട്രെയിൻ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ആലുവയിൽ നിന്ന് അണ്ടർസൂഡിലേക്ക് കയറാൻ നല്ല തിരക്കുണ്ട്. ഇവിടെ ആലുവയിലേക്ക് KSR ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ഇതാ വരികയാണ്. നമ്മുടെ ഈ ട്രെയിൻ ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. പെരിയാർ അവിടെ എത്ര ആൾക്കാരാണെന്ന് നോക്കി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ റൺവേയിൽ ഒരു ഫ്ലൈറ്റിനെ കാണാം. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരാം. നമ്മൾ കുറെ നേരമായിട്ട് നമ്മുടെ ധൻബാദ് എക്സ്പ്രസിന്റെ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഈ ട്രെയിനും ആ ട്രെയിനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് നേരത്തെ ആലപ്പി ബൊക്കാറോ ടാറ്റ ധൻബാദ് എന്ന പേരിലാണ് ഒരു ട്രെയിൻ അറിയപ്പെട്ടിട്ടുണ്ടായത്. അത് 1970 ഓടി തുടങ്ങിയത്. അന്ന് ഈ ട്രെയിനോ ആ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ ട്രെയിനായിട്ടാണ് ഉണ്ടായത്. അതായത് ലിങ്ക് ആയിട്ടാണ് പോയിട്ടുണ്ടായത്. അതായത് ആലപ്പുഴയിൽ നിന്നും ഈ ട്രെയിനായാലും 2 ട്രെയിനായാലും കൂടി ഒരു ട്രെയിനായിട്ട് നേരെ ഒഡീഷയിലത്തെ റൗർക്കല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടം വരെ ലിങ്ക് ആയിട്ട് പോയിട്ട് ആ റൗർക്കലയിൽ നിന്ന് നമ്മുടെ ധൻബാദ് എക്സ്പ്രസ് ഹട്ടിയ, റാഞ്ചി, ബൊക്കാറോ വഴി നേരെ ധൻബാദിലേക്ക് പോകും. നമ്മുടെ ഈ ടാറ്റാ നഗർ എക്സ്പ്രസ് ആണെങ്കിൽ റൗർക്കലയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നേരെ ടാറ്റാ നഗറിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ രാജറാണി, നിലമ്പൂർ രാജറാണിയും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ടൗൺ മധുര നമ്മുടെ അമൃത എക്സ്പ്രസ് ഇല്ലേ, അതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് ലിങ്ക് ആയിട്ടാണ് നേരെ വന്നിട്ട് ഷൊർണൂർ വന്നിട്ട് അവിടുന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 ദിശകളിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ ട്രെയിനൊക്കെ ഉണ്ടായത്. അങ്ങനെ 2020 വരെ ആ വണ്ടിയും ഈ വണ്ടി ഒരുമിച്ചാണ് പോയിക്കൊണ്ടുണ്ടായത്. ഈ പറഞ്ഞ പോലെ റൗർക്കല വരെ തിരിച്ചു വരുന്നത് ഇങ്ങനെയാണെങ്കിൽ 2 ദിശകളിൽ നിന്ന് വന്നിട്ട് റൗർക്കലയിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ട് നേരെ ആലപ്പുഴക്ക്. ഇങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ് ഉണ്ടായത്. 2020 അത് ആ ഒരു എന്താ പറയുക ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയൊക്കെ നിർത്തിവെച്ചു. പിന്നെന്താ പറയുക 2021 ഈ പറഞ്ഞ എറണാകുളം ടാറ്റാ നഗർ എന്ന് പറഞ്ഞ ഒരു പുതിയതായിട്ട്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ട്രെയിൻ വന്നത്. 2023 സമയത്തൊക്കെ ഈ വണ്ടി ആഴ്ചയിൽ 3 ദിവസം ഉണ്ടായത്. പിന്നെ 2024 ഡെയിലി വണ്ടിയാക്കി മാറിയത്. ഈ ട്രെയിനിന്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ടാറ്റാ നഗറിൽ നിന്നാണ്. പക്ഷെ എറണാകുളത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വൃത്തിയൊക്കെ ആക്കുന്നത്. വാഷ് ഏരിയന്റെ ഇവിടെ ആയാലും ടോയ്ലറ്റിന്റെ ഇവിടെ ആയാലും നല്ല വൃത്തിയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ ഒരു വൃത്തിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 8:35 ട്രെയിൻ ഇപ്പം ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ തൃശ്ശൂർ. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറാനുണ്ടായിരുന്നു. ഈ നമ്മുടെ ഫ്ലാഗ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് പാലക്കാട്. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്.
കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകാനുള്ള നല്ലൊരു ട്രെയിനാണിത്. ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ജാംനഗറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക്. ട്രെയിൻ ഇപ്പം മുളങ്കുന്നത്ത് കാവ് സ്റ്റേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല, ഇതാ സ്റ്റേഷൻ അങ്ങ് അവിടെ നമുക്ക് കാണാം. കാരണം ഇതിങ്ങനെ എല്ലായിടത്തും നിർത്താനുള്ള മെയിൻ റീസൺ ഇതിന് ഒരുപാട് അധിക സമയമുണ്ട്. അതായത് സ്ലാക്ക് ടൈം ഒരുപാടുണ്ട്. പാലക്കാടൊക്കെ പെട്ടെന്ന് തന്നെ എത്തും, പക്ഷേ ഇതിൻ്റെ സമയം അങ്ങനെയാണ്. ട്രെയിൻ ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായ ഒരു ട്രെയിൻ ഇതാ വരികയാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള റാപ്തി സാഗർ എക്സ്പ്രസ്. നല്ലൊരു വളവിലാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റേഷൻ. ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഗോരഖ്പൂർ മുതൽ തിരുവനന്തപുരം വരെ. 3rd AC-യിലായിരുന്നു യാത്ര. ട്രെയിൻ വഴി കടന്നു പോകുമ്പോൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് ക്ഷേത്രം. ഇവിടെ ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് നല്ല രസമാണ്. വെടിക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിലേക്കായിട്ട് ഒരു ദിവസം വരണം. ഭാരതപ്പുഴ. ഇവിടെ നീ കാണുന്ന ലൈനില്ലേ, ഇത് നേരെ ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെ കോഴിക്കോട് കണ്ണൂർ ആ ഒരു സൈഡ് അങ്ങനെ വളഞ്ഞ് നേരെ ഷൊർണൂരിലേക്ക്. ശരിക്കും ഇതൊരു ട്രയാങ്കിളാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്ന് ആ ഒരു റൂട്ടില്ലേ, അതിലൂടെ വേറൊരു ലൈൻ കാണുന്നില്ല. നേരെ ഷൊർണൂരിൽ നിന്ന് ഇപ്പം നമ്മൾ പോകുന്ന ആ ഒരു ഒറ്റപ്പാലം സൈഡ് എല്ലാം കണക്റ്റാണ്. കണ്ടതാ, എനിക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം. അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത്ര അടുത്താണ് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ഈ കോച്ചിലെ സൈഡിൽ ഓവർ മുഴുവനും RAC ആണ്. അതെങ്ങനെയാണെന്നറിയാം, ഞങ്ങൾ ചാർട്ട് വേക്കൻസി വഴി നോക്കിയാണ്. അത് നോക്കാൻ നമുക്ക് പറ്റും. ഈ ട്രെയിനിൻ്റെ ചാർട്ട് പ്രിപ്പയർഡ് ആവില്ല. ഫസ്റ്റ് ചാർട്ട് 8 മണിക്കൂർ മുന്നേ പ്രിപ്പയർഡ് ആയ സമയം മുതൽ തന്നെ നമുക്ക് ഗൂഗിൾ വഴിയോ ചാർട്ട് വേക്കൻസി എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ട്രെയിനിൻ്റെ നമ്പറും ഏത് സ്റ്റേഷനാണ് ബോർഡിങ് കൊടുത്താൽ ആ ഒരു കോച്ചിൻ്റെ ഒരു ലേഔട്ട് വരും. അതിൽ ഇഷ്ടപ്പെട്ട സീറ്റ് സെലക്ട് ചെയ്താൽ ആ ഒരു സീറ്റ്, അതായത് അത് എവിടുന്ന് എവിടത്തേക്കുള്ള പാസഞ്ചറാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 39ാം നമ്പർ ബെർത്ത് അല്ലേ, സൈഡ് ലോവർ ഇത് നോക്കുന്ന സമയത്ത് കണ്ടോ, അടുത്ത പാലക്കാട് നിന്ന് കയറും. പാലക്കാട് നിന്ന് ടാറ്റ നഗറിലേക്ക് ഒരാൾ കയറും, മറ്റൊരാൾ കയറുന്നത് തിരുപ്പൂരിൽ നിന്ന് റൗർക്കേല വരെ. അതായത് അവര് ഷെയർ ചെയ്ത് പോകണം അല്ലേ. അതാണ് ഈ പറഞ്ഞ എവിടുന്ന് യാത്രക്കാരന് കയറുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് ചിന്തിച്ചു നോക്കിയാൽ RAC ഒക്കെ പോകുന്ന ഒരു ബുദ്ധിമുട്ട്. കേരളത്തിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 4ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്.
ഇവിടെ 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. 2 കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കാം. നിലവിലിപ്പം വെള്ളത്തിന് 14 രൂപയേ ഉള്ളൂ. ഇതിനു മുന്നേ 15 ആണല്ലോ ഉണ്ടായത്. രാവിലെ തൃശ്ശൂർ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാമെന്നാണ് കരുതിയത്. ട്രെയിനിൻ്റെ ഭാഗത്തേക്കൊന്നും കണ്ടില്ല. പിന്നെ പാലക്കാട് എത്തിയിട്ട് നോക്കാൻ കരുതി. പാലക്കാടും പ്രത്യേകിച്ച് ഇഡ്ഡലിയോ ദോശ അങ്ങനെയൊന്നും തന്നെ വന്നില്ല. അവസാനം ഞങ്ങൾ വടയും ചട്നിയും വാങ്ങിച്ച്. ഞാനൊരു ഉഴുന്നുവടയും ഒരു പരിപ്പുവടയും. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണല്ലോ. പശ്ചിമഘട്ട മലനിരകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ ആന ഇറങ്ങുന്ന വഴിയാണ്. ഒരുപാട് ഭാഗത്ത് ഫെൻസിങ് ഒക്കെ ഉണ്ട്. കേരളത്തിലെ അവസാന റെയിൽവേ സ്റ്റേഷൻ വാളയാർ. ഇവിടെയൊക്കെ കൂടുതലും പനകളെ കാണാതാ. ഇതൊക്കെ പനയാണ്. നേരെ കാണുന്ന ആ ഒരു മലയില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ സേലം ഡിവിഷനാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണിത്. സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 11:02 ട്രെയിൻ ഇപ്പോൾ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 11:28 എത്തേണ്ടത്. നേരത്തെ എത്തി. ഇനി ഒരുപാട് നേരം ഇവിടെ പോസ്റ്റായി കിടക്കാം. ശരിക്കും ഇതിന് ഒരുപാട് അധിക സമയമുണ്ടല്ലോ. അതൊക്കെ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നേരത്തെ തന്നെ ടാറ്റാ നഗറിൽ എത്തുമായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ 2 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് നിലവിലുള്ളത്. അടുത്ത സ്റ്റോപ്പ് ഇനി തിരുപ്പൂരാണ്. അണ്ടർസൂളിലൊക്കെ ഒരുപാട് ആൾക്കാർ കയറാൻ പോയിട്ടുണ്ട്. പോത്തന്നൂരില് ട്രെയിൻ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. ഇവിടെ ഈ കാണുന്ന B2 കോച്ചില്ലേ, ഇതിന് നല്ല തിളക്കമുണ്ട്. തമിഴ്നാട്ടിൽ കയറിയ പിന്നെ നല്ല ചൂടല്ലേ. കാലാവസ്ഥ അടിമുടിയോടെ മാറി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആലപ്പുഴ ധൻബാദും ഈ വണ്ടി ലിങ്കായി പോയിരിക്കുന്ന സമയത്ത് പുതിയതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ട്രെയിൻ ഓടിയ സമയം മുതൽ തന്നെ കോയമ്പത്തൂരിലേക്ക് നമ്മുടെ ഈ വണ്ടി പോകുന്നില്ല. അതായത് നേരെ കോയമ്പത്തൂർ ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. പക്ഷേ ആലപ്പുഴ ധൻബാദ് ആണെങ്കിൽ കോയമ്പത്തൂർ വഴി കയറിയിട്ടാണ് പോകുന്നത്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ഇത് പഴനി പൊള്ളാച്ചി വഴി കോയമ്പത്തൂരിലേക്കുള്ള എക്സ്പ്രസ് ആണ്. ഇതിനിപ്പോൾ നേരെ കോയമ്പത്തൂർ പോകും. അവിടുന്ന് ഉച്ചയ്ക്ക് 1:50 കണ്ണൂരേക്കുള്ള എക്സ്പ്രസ് ആയിട്ട് പോകും. അതായത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അവിടെ തന്നെ ഇതാ കണ്ണൂരിൽ നിന്നൊക്കെ എഴുതി നമുക്ക് കാണാം. ഇതാണ് നേരെ കോയമ്പത്തൂരിലേക്കുള്ള ലൈൻ. ഒരുപാട് ട്രെയിനുകൾ കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ തന്നെ ഈ റൂട്ടില്ലേ ഇതുവഴി പോകുന്നുണ്ട്. 12:09 ട്രെയിൻ ഇപ്പോൾ ഇതാ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് നല്ല തിരക്കന്നെ ഉണ്ട്. വണ്ടി അപ്പോൾ ഇവിടെ നിന്നാണ് ഫുള്ളാവുന്നത്. ഇതൊക്കെ സ്ലീപ്പറിൽ കയറാനുള്ള ആൾക്കാരാണ്. ഈ തിരുപ്പൂരിൽ നിന്നൊക്കെ ഈ ട്രെയിനിൽ കയറാൻ ഇത്രയും തിരക്ക് വരാൻ കാരണം എന്താ പറയുക, ഇവിടേക്ക് ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ പേരും വെസ്റ്റ് ബംഗാൾ ഭാഗത്തുള്ള ആൾക്കാരാണ്. കാരണം ഈ ട്രെയിൻ നേരെ പോയി നമ്മുടെ
ടാറ്റാ നഗറിൽ ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് കുറച്ച് മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ ബംഗാളിലേക്ക്. അതായത് കൊൽക്കത്തയിലേക്ക് ഗഡക്പൂരിൽ നിന്നും ആ ഒരു ഭാഗത്തേക്കൊക്കെ ടാറ്റാ നഗർ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്ത്. നമ്മൾ സാധാരണ കൊൽക്കത്ത ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ തിരുവനന്തപുരം ഷാലിമാർ, അതുപോലെ തന്നെ വിവേക എക്സ്പ്രസ്, സാധാരണ പോകുന്ന ഒരു വിവേക എക്സ്പ്രസ്, അതുപോലെ തന്നെ ഗുരുദേവ്, ഇങ്ങനെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടേക്ക് ടിക്കറ്റ് കിട്ടാത്ത പക്ഷം നേരെ ടാറ്റാ നഗറിൽ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടും. അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ കയറുന്നുണ്ട്. അതെ, ഇപ്പോഴത്തെ ഇവിടെ നിന്ന് വണ്ടി നല്ല ആൾക്കാർ കയറുന്നുണ്ട്. 12:55 ട്രെയിൻ ഇപ്പോൾ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ 1:05 എത്തി, 1:15 ട്രെയിൻ എടുക്കേണ്ടത്. അതായത് 10 മിനിറ്റ് ഉണ്ട് ഇവിടെ സ്റ്റോപ്പ്. പക്ഷേ ട്രെയിൻ നേരത്തെ എത്തി. ഇനിയിപ്പോൾ ഉച്ച കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാം. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. പിന്നെ ഇവിടുന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കാണാം. ഇതിനെല്ലാ സ്റ്റേഷനിലും ഒരുപാട് നേരം സമയമുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, എക്സ്ട്രാ ടൈമിൻ്റെ കാര്യം. ഇവിടെ നിന്നാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാം. ചോറ് വാങ്ങിക്കാം എന്നാല്. ആദ്യം അവിടെ എത്തിയപ്പോൾ ഏത് വാങ്ങിക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ വന്നു പോയി. വെജ് മീലാണോ ചിക്കൻ ബിരിയാണിയാണോ? അവസാനം ചിക്കൻ ബിരിയാണി തന്നെ ഞങ്ങൾ വാങ്ങിച്ച്. ഒരെണ്ണത്തിന് 100 രൂപയാണായത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അച്ചാറുണ്ട്, പിന്നെ ഒരു ഫ്രൈ ആയിട്ടുള്ളൊരു കുഴപ്പമില്ലാത്തൊരു പീസും ഉണ്ട്. 2:11 ട്രെയിൻ ഇപ്പോൾ സേലം ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. സേലത്ത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ഈ റോഡിൽ നിന്ന് നമ്മളൊരു ബിരിയാണി വാങ്ങിച്ചില്ലേ, അതൊന്നിനും കൊള്ളൂല എന്ന് തന്നെ പറയാം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചിക്കൻ ആയാലും ഒരു രസം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വാങ്ങിച്ചു പോയല്ലോ എന്നായല്ലേ. പറഞ്ഞ പോലെ താലിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ കറി എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല. ബിരിയാണി എപ്പോഴും നമ്മൾ വാങ്ങാറുണ്ട്, എന്നൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡ് ഓൺലൈൻ വഴി നോക്കണം. അതുപോലെ തന്നെ കാട്ട്പാടിന്നോ ഡൽഹിയൊക്കെ കിട്ടുമെന്ന് നോക്കാം. ട്രെയിൻ ഇപ്പോൾ ബൊമ്മിടി എന്ന സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ നിലവിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. 10 മിനിറ്റോളായി ഇവിടെ നിർത്തിയിട്ട്. എന്താണെന്ന് കാരണം എന്നറിയില്ല. ഇവിടുന്ന് കാണുമ്പം തന്നെ ഒരു മലനിരയാണ് തൊട്ട് മുന്നിലായി ഉള്ളത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ കാണാം, പിന്നെ വീടും കാണാം. ഇതിലൂടെ ഒരു റോഡും കടന്നു പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ട്രെയിൻ ഇപ്പോൾ ജോളാർപേട്ടയിലേക്ക് എത്തി. യലഗിരി ഹിൽസ് ആണ് ഈ മുന്നിലായി കാണുന്നത്. ഈ ട്രെയിൻ ഇതാ ഇവിടെയും നിർത്തി. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ ദൂരമുള്ളൂ. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ചയാണ്. മലനിര എവിടെയുണ്ട്, അതിന് പുറമെ തന്നെ ഇവിടെ കൃഷിപ്പാടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് മഴക്കാർ, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മഴ ചാറുന്നുമുണ്ട്. ഞങ്ങളിത് എല്ലായിടത്തും നിർത്തുന്നു എന്ന് കൂടുതലായിട്ട് പറയുന്നില്ലേ, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. എന്താ അറിയോ, ഈ വണ്ടിക്ക് ഒരുപാട് അധിക സമയമുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. 4:50 ജോളാർപേട്ടയിൽ എത്തേണ്ടത്. ഇപ്പം 4:20 ആയതേ ഉള്ളൂ. വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത് മൈസൂരു ചെന്നൈ. ഇപ്പോൾ കണ്ട വന്ദേ ഭാരത് മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വന്ദേ ഭാരത്. ഇനി മറ്റൊരു വന്ദേ ഭാരത് കൂടെ കാണും. അത് MGR ചെന്നൈ സെൻറ്ററിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ, ചെന്നൈ വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് സേലത്താണ്. അതായത് 335 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ്. അതിനിടയിൽ ജോളാർപേട്ടയോ കാട്ട്പാടിയിലൊന്നും ആ വണ്ടിക്ക് സ്റ്റോപ്പില്ല. കോയമ്പത്തൂർ വന്ദേ ഭാരത് വരികയാണ്. ട്രെയിൻ ഇപ്പിതാ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ കാണുന്ന ഈ തിരക്കില്ലേ, ഇത് വെസ്റ്റ് കോസ്റ്റിന് പോകാനുള്ളവരുടെ തിരക്കാണ്. അതിപ്പോൾ ഇവിടെ എത്തും.
അതുപോലെ തന്നെ ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസും ഇപ്പോൾ ഇവിടെ എത്തും. ജോളാർപേട്ടയിൽ 10 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് വന്നേ, ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറാം. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തിറങ്ങി. തിരക്കൊക്കെ എങ്ങനെയാണെന്ന്, ഇതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നോർമൽ തിരക്ക്, ഹെവി റഷൊന്നുമല്ല. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ വിജയവാഡയൊക്കെ എത്തുമ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാവും. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ തിരക്ക് കണ്ടാവും. ഇതിലെന്തായാലും നല്ല റഷ് തന്നെയാണ്. ഇത് ഇന്നലെ ശനിയാഴ്ച രാവിലെ 5 മണിക്ക് വിട്ടതാണ്. നാളെ ഇനി വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇത് അവിടെ എത്തും. സ്ലീപ്പറിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ജോളാർപേട്ടയിൽ നിന്ന് വണ്ടി എടുത്തേ, ആ കാണുന്ന വണ്ടിയില്ലേ, അത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ്. അതവിടെ വന്നു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. ഞങ്ങൾ ഈ ട്രെയിൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്കാണ്. കോയമ്പത്തൂരിൽ തന്നെയാണ് ഇത് തിരക്കും ഉണ്ടാവുക. 6:13 ട്രെയിൻ ഇപ്പോൾ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ 5 മിനിറ്റിൻ്റെ ട്രെയിൻ സ്റ്റോപ്പ്. ഈ രാത്രിക്കുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 2 സെറ്റ് ഇഡ്ഡലി ഇവിടെ വാങ്ങിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലല്ലോ, രാത്രി ഇഡ്ഡലി കഴിക്കാല്ലേ. ഇവിടെ എല്ലാം ഉണ്ട്. എഗ് ബിരിയാണി ഉണ്ട്, വെജ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട്. ഈ ട്രെയിനിൽ പാൻട്രൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ഫുഡ് പോലും ഇതിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് നേരത്തെ കരുതിയാണ്. പിന്നെ ഇന്ന് ആയതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ മാത്രം വാങ്ങിക്കാമെന്ന് കരുതിയത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഓൺലൈൻ വഴി ഓർഡർ ചെയ്യും. ഇഡ്ഡലി നല്ല ചൂടുണ്ട്, പക്ഷേ ഇത് ഡേറ്റ് ഒന്നുമില്ല കേട്ടോ. ഈ ചൂട് കണ്ടിട്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒന്നും നോക്കാതെ വാങ്ങിച്ചത്. ഇത് സാമ്പാറാണെന്ന് തോന്നുന്നു. ഇത് ചട്നിയാണ്. അപ്പോൾ ചട്നി സാമ്പാറാണുള്ളത്. പിന്നെ വടയൊന്നുമില്ല, നല്ല പൂ പോലത്തെ ഇഡ്ഡലി. പിന്നെ രാത്രിക്ക് ഇനി ഇത് കഴിക്കാം. 7:20 ട്രെയിൻ ഇപ്പോൾ അറക്കോണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്സിലെ ഇത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള വണ്ടിയാണ്. ചക്രധർപൂർ ഡിവിഷൻ്റെ കീഴിലുള്ള വണ്ടി കൂടിയാണ്. ആ ഡിവിഷനിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ടാറ്റാ നഗർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിലത്തെ പാൻട്രീൻ്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇവരിതിൽ അന്യായമായ പൈസയാണ് വാങ്ങിക്കുന്നത്. വെജ് താലിക്കൊക്കെ 140-150 വാങ്ങിക്കുന്നത്. കാരണം ഞങ്ങളുടെ അടുത്തിരിക്കുന്നവർ വാങ്ങിച്ചതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നും 681 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ചെന്നൈയിലെ പെരാമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8:10 ഇവിടെ 7:45 ട്രെയിൻ എത്തേണ്ടത്. കുറച്ച് ഡിലേ. പെരാമ്പൂരിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രാത്രിക്ക് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പകൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിൽ കയറി വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ലോക്കൽ ട്രെയിൻ കിട്ടും. പിന്നെ ഇത് നേരെ നോക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് റോഡും. പെരാമ്പൂരിൽ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരേണ്ടത്. അവിടെ നിന്നാണ് ചെന്നൈ സെൻട്രൽ ഭാഗത്തേക്കുള്ള ലോക്കൽ ട്രെയിൻ കിട്ടുക. 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. സുഖമായിട്ട് പോവാം. ഇപ്പോൾ അവിടത്തേക്കുള്ള ഒരു ലോക്കൽ ട്രെയിനാണ്.
8:18 പെരാമ്പൂർന്ന് ട്രെയിൻ എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ആന്ധ്രാപ്രദേശിലെ ഗുഡൂരാണ്. 135 കിലോമീറ്റർ ഉണ്ട് പോകാൻ. ഈ കാണുന്ന ലൈനാണ് നേരെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ളത്. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനാണ് തൊട്ട് മുന്നിൽ. കുറച്ച് പോയാൽ തന്നെ ആ റെയിൽവേ സ്റ്റേഷൻ കാണും. BSR പാടി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് ഈ ഒരു ട്രാക്കിൻ്റെ ഒരു ചേഞ്ച് ഉള്ളത്. അതായത് ഈ ലൈൻ മാറുന്ന ഭാഗം. രാത്രിക്ക് കിടക്കാനുള്ള ബർത്തൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ്. ഏറ്റവും അടിയിലാണ് കമ്പിളി വിരിച്ചത്. അതിൻ്റെ മുകളിലായി ഒരു ഷീറ്റ് വിരിച്ചു. ഒന്ന് പുതക്കാനുണ്ട്, ഒരു പില്ലോയുണ്ട്. പില്ലോക്കൊക്കെ നല്ല ഫ്രഷ് കവർ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ റെയിൽവേയിലത്തെ ഈ കമ്പിളിയില്ലേ, കമ്പിളി ഏറ്റവും കൂടുതൽ മോഷണം പോകുന്നൊരു സാധനമാണ്. ഇതിലത്തെ അറ്റൻഡേഴ്സ് എത്ര രീതിയിൽ സൂക്ഷിച്ചാലും മോഷണം പോവല്ലേ. അതായത് ഉണ്ടല്ലോ, നമുക്ക് കേരളത്തിലെ ഒരുപാട് അറ്റൻഡർമാരെ നമുക്ക് പരിചയമുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞങ്ങള് ഇതിനിടയിലുണ്ടല്ലോ നമ്മുടെ മലബാർ എക്സ്പ്രസിൽ യാത്രയുണ്ടായി. അപ്പൊ അതിലത്തെ ഒരു അറ്റൻഡർ നമ്മളോട് പറഞ്ഞാൽ ആ ഒരു ഏട്ടൻ്റെ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം വന്നുപോയി. നമ്മൾ അത്ര കമ്പനിയായിട്ട് പറഞ്ഞാണ്, എടാ നമ്മങ്ങനെ അങ്ങനെ ഡ്യൂട്ടിയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എന്തെന്നറിയില്ല, ഇവരെടുത്ത്, അതായത് യാത്രക്കാർ എടുത്തുകൊണ്ട് ഇത് വീട്ടിലേക്ക് പോകുന്നത്. അതായത് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ പൊതുവെ പറയും ഈ അന്യ സംസ്ഥാന ആൾക്കാരാണല്ലോ പറയും. അതൊന്നും അല്ല, മലയാളികൾ. ആ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മലബാർ എക്സ്പ്രസിൽ 3rd AC ലുണ്ടല്ലോ, ഈ ഇതിന് പുറമെ ബെഡ്ഷീറ്റും ഇതിന് പുറമെ തന്നെ ടവലും കൊടുക്കും. 8 ടവല് കട്ട് കൊണ്ടുവന്നതിനിടയിൽ ഒരു മലയാളി ഫാമിലിനെ പിടിച്ച കാര്യം പറഞ്ഞു. മലയാളികളാണെന്നൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു കമ്പനിയില്ലേ, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന് 600 രൂപയാണ് പിടിക്കുന്നത്. ഏത് അവരുടെ ശമ്പളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം, അതുപോലെ തന്നെ പില്ലൊക്കെ ഇല്ലേ, ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ 200 രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കുക, അവർക്ക് ആകെ കിട്ടുന്ന തുച്ഛമായ പൈസയാണ്. അപ്പൊ ഇതും കൂടെ കട്ടിട്ട് കൊണ്ടുപോകുന്നൊരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഒരവസ്ഥയെ. ഗുഡൂരിൽ ഈ ട്രെയിൻ എത്തുമ്പോൾ എന്തായാലും 11 മണിയാവും. അടുത്ത ദിവസം മുതൽ ഇനിയിപ്പോൾ വിജയവാഡയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. അതുപോലെ തന്നെ ജംഷഡ്പൂർ എത്തുന്നത് വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ ബൈ ബൈ.